Today, actually, in the last classes, we already started our classes from 17th onwards. So we have discussed so far some parametric test and also this chi-square test as a non-parametric test. So that in the last class we explained the chi-square test. Chi-square test basically it is a non-parametric test that is used for testing goodness of it, independence of attributes, and also for testing homogeneity. So today in this class, for a span of 20-30 minutes, I would like to explain before you some other non-parametric tests. Especially today we will explain sign test. ഇന്ന് നമ്മൾ പോകുന്നത് സൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന വേറൊരു ഏരിയയിലോട്ടാണ്. അത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പൊ ഞാനൊരു പ്രസന്റേഷൻ എടുത്ത് ഷെയർ ചെയ്തിട്ട് ഞാനത് കാണിക്കാം. സോ ലെറ്റ് മീ പ്രസന്റ്. പ്രസന്റേഷൻ വിസിബിൾ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? വിസിബിൾ ആണ് സർ. ഓക്കെ. സോ ദിസ് ഇസ്, അപ്പൊ ഇന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അതർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്സ്. മറ്റുള്ള chi-square ആൾറെഡി വി ലേൺഡ് ഇറ്റ്, അതുകൊണ്ടാണ് അതർ എന്ന് കൊടുത്തത്. അതർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അതർ ദാൻ chi-square ടെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ വാട്ട് ഈസ് എ നോൺ പാരാമെട്രിക് മെത്തേഡ്? എന്തുകൊണ്ട് നമ്മൾ നോൺ പാരാമെട്രിക്കിലോട്ട് പോകുന്നു? വൈ നോൺ പാരാമെട്രിക് മെത്തേഡ്? സോ non-parametric tests do not make an assumption about the parameters of the population and thus do not make use of the parameters of the distribution. നമ്മൾ ഇതുവരെ ചെയ്ത ടെസ്റ്റുകൾ, പാരാമെട്രിക് ടെസ്റ്റുകളിലെല്ലാം നമ്മൾ ഒരു പാരാമീറ്റർ ആണ് ടെസ്റ്റ് ചെയ്തിരുന്നത്. പാരാമീറ്റർ ഈസ് എ മെഷറബിൾ വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദ പോപ്പുലേഷൻ ദാറ്റ് യു നോ വെൽ. So you know the parameter, so you have some assumptions regarding the parameter and you are testing the parameter also. അവിടെ ആ പാരാമീറ്റർ മീൻ ആയിരിക്കും. മെജോറിറ്റി നമ്മൾ മീൻ തന്നെയാണ് ടെസ്റ്റ് ചെയ്തിരുന്നത്. ഒരു മീൻ ടെസ്റ്റ് ചെയ്തു, രണ്ട് മീൻ ടെസ്റ്റ് ചെയ്തു, രണ്ടിൽ കൂടുതൽ മീൻ ടെസ്റ്റ് ചെയ്തു. അവിടെ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പാരാമീറ്റർ ആണ്. പാരാമീറ്റർ ഈസ് ദ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ, മ്യൂ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ നോൺ പാരാമെട്രിക് ടെസ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു അസംഷൻ ഇല്ല. വി ആർ നോട്ട് ഹാവിംഗ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഏബിൾ ടു മേക്ക് എനി അസംഷൻ റിഗാർഡിംഗ് ദ പാരാമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് പാരാമീറ്ററിന്റെ പോപ്പുലേഷൻ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. വി ആർ അൺഏബിൾ ടു ഡിഫൈൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പാരാമീറ്റർ. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. കാരണം in case of parametric test, the basic assumption being that your distribution, that is population distribution, must be normal. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആവണമെന്നുള്ള ബേസിക് അസംഷനും, സാമ്പിൾ റാൻഡം ആകുന്നുള്ള രണ്ടാമത്തെ അസംഷനും, വേരിയൻസ് ഹോമോജനസ് ആവണമെന്നുള്ള മൂന്നാമത്തെ അസംഷന്റെയും അടിസ്ഥാനത്തിലാണ് പാരാമെട്രിക് ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എല്ലാ സാഹചര്യത്തിലും എല്ലാ ഡേറ്റയിലും നമുക്ക് ഈ ഒരു അസംഷൻ പ്രായോഗികമല്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കബിൾ. സോ ഇൻ ദാറ്റ് കേസ് ഇഫ് യു ലാഗ് എനിത്തിങ്, ഈ പറയുന്നതിൽ എന്തെങ്കിലും ലാഗ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ യു ക്യാൻ ഗോ ഫോർ നോൺ പാരാമെട്രിക് ആൾട്ടർനേറ്റീവ്. അപ്പൊ എല്ലാ പാരാമെട്രിക് ടെസ്റ്റുകൾക്കും അതിൻ്റെതായ നോൺ പാരാമെട്രിക് ആൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പൊ പാരാമെട്രിക് ടെസ്റ്റ് യൂസബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്സ് ആൾട്ടർനേറ്റീവ് ഇൻ നോൺ പാരാമെട്രിക്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവിലോട്ട് പോകും. അപ്പൊ അത് പറയുന്നതാണ് ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. ഇൻ ദിസ് കേസ് we do not assume that a particular distribution is applicable. ഇന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ആപ്ലിക്കബിൾ എന്ന് നമ്മൾ പറയുന്നില്ല. or that a certain value is attached to a parameter of the population. അല്ലെങ്കിൽ പാരാമീറ്റർ, ഒരു പോപ്പുലേഷന്റെ പാരാമീറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ടെസ്റ്റ് നടത്തുന്നത്. And also you are using the same researchers, especially students of research methodology. So researchers, while doing their parametric test, ഒരുപാട് റിസർച്ചേഴ്സ് അസോസിയേഷൻ ടെസ്റ്റ് ചെയ്യാനും ഗുഡ്നെസ് ഓഫ് ഇറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ when compared to parametric test, non parametric tests are not that much powerful.
ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞ, ഞാനൊരു ചാർട്ടൊക്കെ എടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെഷർമെന്റ്, നമ്മുടെ ഡാറ്റ മെഷർ ചെയ്യുന്നത് ഓർഡിനൽ ആൻഡ് നോമിനൽ സ്കെയിൽ, ലോവർ സ്കെയിലുകളിലാണ് എങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് സ്യൂട്ടബിൾ അല്ല. അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതല്ല, ഇവൻ സ്കെയിൽഡ് ഡാറ്റ ആണെങ്കിലും നോർമാലിറ്റി അസംഷൻ നമുക്ക് പറ്റുന്നില്ല. ഡാറ്റ സ്കെയിൽ തന്നെയാണ്, ഇന്റർവൽ സ്കെയിലോ റേഷ്യോ സ്കെയിലോ തന്നെയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? നോർമാലിറ്റി കിട്ടുന്നില്ല. നോർമൽ അല്ല പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും നോൺ പാരാമെട്രിക് ടെസ്റ്റ് പോകണം. അതല്ല, നോർമൽ ആണ്, ഹോമോജനിറ്റി ഇല്ല എങ്കിലും നോൺ പാരാമെട്രിക് ടെസ്റ്റ് കൊടുക്കും. ഞാനൊരു ചാർട്ട് കാണിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ചാർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് പല കേസ് പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറയുന്ന 3 അസംഷനും പാലിച്ചാൽ മാത്രമേ പാരാമെട്രിക് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമുക്ക് എന്തുണ്ട്? വി ഹാവ് ആൾട്ടർനേറ്റീവ്സ് ഇൻ നോൺ പാരാമെട്രിക് മെത്തേഡ്സ്. Non-parametric methods alternative. So I think it is very clear. So we call non-parametric methods are distribution-free test. We are not having any assumption regarding the population distribution or parameter. Parameter കുറിച്ചുള്ള അസംഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷനോ നമുക്ക് സാധ്യമാകാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന നോൺ പാരാമെട്രിക് മെത്തേഡ്സിലോട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ടെസ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ ടെസ്റ്റ് സൈൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. സൈൻ ടെസ്റ്റ്. ഇപ്പൊ 2 തരത്തിലുള്ള പ്രധാനമായിട്ടും സൈൻ ടെസ്റ്റുകൾ പറയുന്നുണ്ട്. 1 സാമ്പിൾ സൈൻ ടെസ്റ്റും 2 സാമ്പിൾ സൈൻ ടെസ്റ്റും. 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആൻഡ് 2 ഹിയർ യു നോ ദാറ്റ് നമ്മൾ സാധാരണ നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ അതുപോലെ എടുത്തിട്ടാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ നടത്തുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന കിട്ടുന്ന ഡാറ്റയെ നമ്മൾ അതുപോലെ എടുക്കത്തില്ല. അതിനെ നമ്മൾ വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്യും. ഒന്നെങ്കിൽ സൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, പ്ലസ് മൈനസ് സൈൻ. സൈൻ ഇൻ ദ സെൻസ് ദാറ്റ് യു ആർ ഇൻക്ലൂഡിംഗ്, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്ലസ് സൈൻ കൊടുക്കുന്നു, ഡിക്രീസ് ചെയ്യണമെങ്കിൽ മൈനസ് സൈൻ കൊടുക്കുന്നു. സോ യു ആർ യൂസിംഗ് ദ സൈൻ which means the direction. അത് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ. അപ്പൊ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ഉണ്ട്, 2 സാമ്പിൾ സൈൻ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആൻഡ് 2 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആർ നോൺ പാരാമെട്രിക് ആൾട്ടർനേറ്റീവ്സ് ഓർ 1 സാമ്പിൾ ടി ടെസ്റ്റ് ആൻഡ് പെയർഡ് ടി ടെസ്റ്റ്. നിങ്ങൾ ആൾറെഡി യു ലേൺഡ് 1 സാമ്പിൾ ടി ടെസ്റ്റ്. നമ്മൾ 1 സാമ്പിൾ ടി ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1 സാമ്പിൾ ടി ടെസ്റ്റിനകത്ത് യു ഹാവ് എ ഡാറ്റ വിച്ച് ഇസ് മെഷേർഡ് ഇൻ സ്കെയിലിൽ മെഷർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ ഉണ്ടാവും, ഒരു പോപ്പുലേഷൻ മീനും ഉണ്ടാവും. ഒരു പോപ്പുലേഷന്റെ മീനും തന്നിരിക്കും, ഒരു ടെസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് യു ഹാവ് ഗിവൺ എ പോപ്പുലേഷൻ മീൻ. സോ യു ആർ കാൽക്കുലേറ്റിംഗ് 1 സാമ്പിൾ ടെസ്റ്റ്, ടി ടെസ്റ്റ്. അപ്പൊ ആ 1 സാമ്പിൾ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്കെയിൽഡ് ഡാറ്റ ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യും. സോ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ഈസ് കോമൺലി നോൺ ആസ് ബൈനോമിയൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ബൈനോമിയൽ ടെസ്റ്റ് which is used as an alternative for 1 sample t test. 1 sample t test ന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ബൈനോമിയൽ ടെസ്റ്റ് അല്ലെങ്കിൽ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. when you are not ഡാറ്റ മെഷർ ചെയ്തിരിക്കുന്ന സ്കെയിലാണ്, മെഷർ സ്കെയിലിന്റെ ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നോർമാലിറ്റി എന്ന് പറയുന്ന ഒരു അസംഷൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് പോകുന്നത്? ഈ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ ബൈനോമിയൽ ടെസ്റ്റിലോട്ട് പോകുന്നത്. അടുത്തത് 2 സാമ്പിൾ സൈൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പെയർഡ് ടി ടെസ്റ്റിന് പകരമാണ്. പെയർഡ് ടി ടെസ്റ്റ് നമുക്കറിയാം, 1 ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെ, ഒന്ന് ബിഫോറും ആഫ്റ്റർ. ട്രെയിനിങ് എഫക്റ്റീവ് ആയിരുന്നോ അല്ലയോ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അത് സക്സസ്ഫുൾ ആയിരുന്നോ അൺസക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് ബിഫോർ ആഫ്റ്റർ സിറ്റുവേഷൻ വരുമ്പോൾ യു ആർ കളക്ടിങ് ദ ഡാറ്റ ഫ്രം ദ സെയിം സാമ്പിൾ 2 ടൈംസ് അല്ലെ, 2 പ്രാവശ്യം. ആദ്യത്തെ ടെസ്റ്റ് കിട്ടിയ മാർക്കും അവസാനത്തെ ടെസ്റ്റ് കിട്ടിയ മാർക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ ചെയ്ത് കമ്പയർ ചെയ്യുന്നു. അവിടെ നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ആ പെയർഡ് ടി ടെസ്റ്റ് അപ്പൊ ഇന്ന് ഫസ്റ്റ് കേസ് മാത്രം ഇന്നൊന്ന് പഠിക്കുന്നു, ഒരു 10-20 മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് ഓർ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്? ആദ്യം പഠിക്കുന്ന സൈൻ ടെസ്റ്റുകളിൽ ആദ്യം sample sign test. 1 sample sign test is an alternative for 1 sample test. 1 sample നമ്മൾ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് ബൈനോമിയൽ ടെസ്റ്റ് എന്നാണ്. ഇത്രയും ക്ലിയർ ആണോ? ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, സോ നൗ വി ആർ മൂവിംഗ്. എക്സാമ്പിൾ ഇത് നിങ്ങളൊന്ന് എഴുതും. ഫസ്റ്റിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്നു. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്.
So you need to perform on-sample sign test or binomial test in SPSS. SPSS ൽ നമുക്ക് ഒരു on-sample sign test നടത്തണം. So the question is here. ഇത് എഴുതിക്കോളൂ. The speed of 20 jackrabbits. The speed of 20 jackrabbits. Jackrabbits is a kind of rabbit which is in California. കാലിഫോർണിയയിൽ കാണുന്ന ഒരു തരം മുയലുകളെയാണ് നമ്മൾ ജാക്രാബിറ്റ്സ് എന്ന് പറയുന്നത്. 20 jackrabbits crossing a busy section of Interstate 80. Crossing a busy section of Interstate 80. Interstate 80 എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ NH47 NH15 എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹൈവേ അത്രേ ഉള്ളൂ. Interstate 80 in North California. Interstate 80 in North California in miles per hour. In North California in miles per hour are as follows. In miles per hour are as follows. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. 20 മുയലുകളുടെ വേഗതയാണ് മൈൽസ് പെർ അവറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് 9.53, 7.50, then 6.21, then 8.95, then 10.35, 6.30, 5.20, 12.51, 6.35, 10.23 ആണ് 10.23, 9.56, 6.57, 11.78, 10.56, 7.24, 6.19, 10.86, 7.25, 8.34 and 12.78 and 12.78. Next paragraph ആയിട്ട് the average speed of rabbits in Southern California is 8.3 miles per hour. 8.3 miles per hour. 8.3 miles per hour. Sentence: test whether the speeds of rabbits in South and North California significantly differ. Okay. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 20 മുയലുകളുടെ സദേൺ കാലിഫോർണിയയിലെ ഒരു റോഡ്, അതായത് ഒരു ഇന്റർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ബിസി സെക്ഷൻ ആണ്. അത് ക്രോസ് ചെയ്യുന്ന ജാക്ക് റാബിറ്റ്സിന്റെ സ്പീഡ് മൈൽസ് പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ 20 റാബിറ്റ്സിന്റെ സാമ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: സദേൺ കാലിഫോർണിയയിലും ഇതേ കണക്ക് റാബിറ്റ്സ് ഉണ്ട്. അതിന്റെ സ്പീഡ് അവർ നേരത്തെ പോപ്പുലേഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 8.3 മൈൽസ് പെർ അവർ. അപ്പൊ അതൊരു പോപ്പുലേഷന്റെ പാരാമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പോപ്പുലേഷൻ പാരാമീറ്റർ is given, that is 8.3 miles per hour. That is not in North California but in South California. അപ്പൊ ഈ സൗത്ത് കാലിഫോർണിയയിലുള്ള 20 മൈലിന്റെ സ്പീഡ് ഇങ്ങനെ ഓരോന്നിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. 20 ഡാറ്റ തന്നിട്ടുണ്ട്. 20 ഇൻഡിവിജ്വൽ ഡാറ്റ തന്നിട്ടുണ്ട്. അതും ഈ 8.3, അതായത് 2 മുയലുകൾക്കും, അതായത് ഇല്ലയോ എന്നാണ്. ആവറേജ് സ്പീഡ് ഓഫ് റാബിറ്റ്സ് ഇൻ സൗത്തേൺ 8.3 miles per hour. Now you have given the data relating to 20 rabbits crossing North California. 20 data units are given. Then you the speed of rabbits in North California significantly differ. ഈ രണ്ട് സ്ഥലത്തെയും
അസംഷൻ ഇല്ല, ഇത് നോർമൽ ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. We have doubt regarding its normality. ഓർ ഇതിന്റെ വേരിയൻസ് ഈക്വൽ ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ യു ഷുഡ് ഗോ ഫോർ ബൈനോമിയൽ ടെസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏതെടുക്കുക? ബൈനോമിയൽ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഞാനത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ പെർഫോം എൻ ഓൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പാരാമെട്രിക് ടെസ്റ്റും ചെയ്യുന്നു, അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ബൈനോമിയൽ ടെസ്റ്റും ചെയ്യുന്നു. സോ ഇൻ ദ സെയിം എക്സാമ്പിൾ ഐ എം യൂസിംഗ് ദ സെയിം എക്സാമ്പിൾ ഫോർ proving its parametric test, one sample t test and non-parametric alternative binomial test. So starting with the t test, ഞാൻ ആദ്യം ഒരു one sample t test നടത്താം, എന്നിട്ട് അതിന്റെ റിസൾട്ട് എടുത്ത് കാണിക്കാം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ അതേ ആൾട്ടർനേറ്റീവ് വെച്ചുകൊണ്ട് ബൈനോമിയൽ ടെസ്റ്റ് നടത്താം, അതിന്റെ റിസൾട്ട് എടുത്ത് കാണിക്കാം. സോ ഹൗ ടു പെർഫോം ഇറ്റ്. ഇത് മാനുവൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് നമുക്ക് അവസാനം പഠിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കില്ല, എന്നാലും മാനുവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അവസാനം പഠിക്കും. നൗ ഐ ആം ഡയറക്ട്ലി ഗോയിങ് ടു SPSS. നേരെ SPSS പോയിട്ട് ഞാനത് ആൾട്ടർനേറ്റീവ്സ് എടുത്ത് കാണിക്കുക. ഓക്കെ, സോ SPSS വിസിബിൾ അല്ലേ? കാണുന്നുണ്ടല്ലോ? കാണുന്നില്ലേ? കാണുന്നുണ്ട് സർ. അപ്പൊ ഞാൻ ചെയ്യുന്നത്, യു ഹാവ് എ സിംഗിൾ വേരിയബിൾ. ഇവിടെ നമുക്ക് ആകെ സിംഗിൾ വേരിയബിളേ ഉള്ളൂ, സ്പീഡ്, റാബിറ്റിന്റെ സ്പീഡ്. നോർത്തേൺ കാലിഫോർണിയയിലുള്ള റാബിറ്റ്സിന്റെ സ്പീഡാണ്. സോ മൈ വേരിയബിൾ ഈസ് സ്പീഡ്. സോ ഐ എം ഗിവിംഗ് ദ നെയിം ഓഫ് ദ വേരിയബിൾ ആസ് സ്പീഡ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ ടൈപ്പ് ഡെസിമൽ ഉള്ളതുകൊണ്ട്, ഡെസിമൽ ഉണ്ട്, പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 2 ഡെസിമൽ പ്ലേസ് കൊടുത്തു. ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡെസിമൽ പ്ലേസിൽ 2 കൊടുത്തു ഇവിടെ. എന്നിട്ട് ലേബലിനകത്ത് പോയി സ്പീഡ് ഓഫ് ജാക്ക് റാബിറ്റ് in mph. That means miles per hour. Actually it is a scale variable. അത് ശരിക്കും ഒരു സ്കെയിൽ വേരിയബിൾ തന്നെയാണ്, സ്കെയിൽ ആണ്. അതിൽ മൈൽസ് പെർ അവർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. സോ സ്കെയിൽ വേരിയബിൾ, ആകെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. സോ ഇറ്റ്സ് വെരി ക്ലിയർ. സോ ഐ ഹാവ് ഓൺലി എ സിംഗിൾ വേരിയബിൾ, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ജാക്ക് റാബിറ്റ്സ് ഇൻ മൈൽസ് പെർ അവർ. ഞാൻ അത് ഡിഫൈൻ ചെയ്തു, അത് സ്കെയിൽ വേരിയബിൾ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്തു. ഐ ഹാവ് നോ ഓപ്ഷൻസ് ഇൻ വാല്യൂസ്. ഇത് നോമിനൽ അല്ലാത്തതുകൊണ്ട് തന്നെ വാല്യൂസിൽ ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റാ വ്യൂവിൽ പോയിട്ട് ഞാൻ ഈ വാല്യൂസ് എൻ്റർ ചെയ്തു. മൈക്ക് ഓൺ ചെയ്തിട്ട് ലക്ഷ്മി പറയൂ. സാർ 9.53 7.50 6.21 8.95 10.35 30 എത്ര? 6.30. ഓക്കെ. ഓക്കെ സാർ. 5.20 12.51 12.31 51 12.51 okay 12.51 okay 6.35 10.23 9.56 6.57 11.78 10.56 7.24 6.19 10.86 7.25 8.34
12.78. 12.78. Okay. So 20 ഡാറ്റ 20. ഇത് കറക്റ്റ് ആണല്ലോ? Sir. ഡാറ്റ സെറ്റ് തന്നിരിക്കുന്നത് ശരിയാണ്. ഞാനിവിടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കട്ടെ. Binomial test. Okay. 9.53, 7.50, 6.21, 8.95, 10.35, 6.30, 5.20, 12.51, 12.51 times 6.35, 10.23, 9.56, 6.57, 11.78, 10.56, 7.24, 6.19, 10.86, 7.25, 8.34, 12.78. Okay, that is correct. Okay, so data set is ready. So ഞാൻ അത് സേവ് ചെയ്തു. Just save ചെയ്തിടാ. അപ്പോൾ this is the best method. When you have a data, you need to save it. അതൊന്ന് സേവ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ അതിനൊരു പേര് കൊടുക്കുന്നു. എന്താണ് നമ്മളെ ബയോണോമിയൽ ഇതെടുത്ത റാബിറ്റ് ഡാറ്റ എന്ന് കൊടുക്കും. ഡാറ്റയല്ലേ? റാബിറ്റ് ഡാറ്റ. റാബിറ്റിന്റെ ഡാറ്റയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ജസ്റ്റ് സേവ് ഇറ്റ്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ അതിങ്ങനെ മോഡലായിട്ട് അങ്ങനെ കാണിക്കും. ഇത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ്. വെൻ യു ക്രിയേറ്റ് എ ഡാറ്റ ഇറ്റ് നീഡ് ടു ബി സേവ്ഡ്. അപ്പൊ ഇങ്ങനെ റാബിറ്റ് data.sav എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഡാറ്റ ഇസ് ദെയർ. ഇനി അത് പെർമനന്റ് ആയിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, സോ നൗ ഐ ആം ഗോയിങ് ടു പെർഫോം വൺ സാമ്പിൾ ടി ടെസ്റ്റ്. അത് ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു വൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഇതിലിപ്പോ ക്ലാസ്സിലുള്ള സൽമിയാണ് വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ഇതിൽ സൽമി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഷമിന ഇല്ല. രേഷ്മ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. ആരാണ്? ഹലോ. അനലൈസിൽ പോയിട്ട് പറയൂ, എങ്ങനെയാണ് നമ്മൾ വൺ സാമ്പിൾ അനലൈസിൽ പോയിട്ട് കമ്പയർ മീൻസ് വൺ സാമ്പിൾ ടി ടെസ്റ്റ് അല്ലേ? മീൻസ് വൺ സാമ്പിൾ ടി ടെസ്റ്റ് എടുത്തു. ഓക്കെ, പിന്നെ ടെസ്റ്റ് വേരിയബിൾ ആയിട്ട് സ്പീഡ് ഓഫ് ജാക്ക് റാബിറ്റ് കൊടുത്തു. ടെസ്റ്റ് വാല്യൂ എത്രയാ? ടെസ്റ്റ് വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? സദേൺ കാലിഫോർണിയയിലെ റാബിറ്റ്സിന്റെ ആവറേജ് സ്പീഡ് അല്ലേ തന്നിരിക്കുന്നത്? അതുമായിട്ട് കമ്പയർ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് എത്രയാ? 8.3. 8.3. അതായത് സദേൺ കാലിഫോർണിയയിലെ ആവറേജ് സ്പീഡ് റാബിറ്റ്സിന്റെ ആവറേജ് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്ഷൻസ് എടുത്തിട്ട് 95% ആണോ നോക്കി കണ്ടിന്യൂ ചെയ്തു, ഓക്കെ കൊടുത്തു. സോ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ. ഇതുപോലെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ടെസ്റ്റ് വാല്യൂ 8.3 വെച്ചുകൊണ്ട് സ്പീഡ് ഓഫ് ജാക്ക് റാബിറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ടി വാല്യൂ 0.798ഉം അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 0.435ഉം. സോ starting from here, since the significance value or p value is less than is greater than 0.05, the value is greater than 0.05, you need to accept null hypothesis. നമ്മൾ ഏത് അക്സെപ്റ്റ് ചെയ്യണം? null hypothesis അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സദേൺ കാലിഫോർണിയയിലും നോർത്തേൺ കാലിഫോർണിയയിലും ഉള്ള റാബിറ്റ്സിലുള്ള ക്രോസിംഗ് സ്പീഡ്, ആ ഒരു ലെവൽ ക്രോസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് സെയിം ആണ്, ഏറെക്കുറെ സെയിം തന്നെയാണ്. ദിസ് ഈസ് ടി ടെസ്റ്റ്. പക്ഷെ ഈ ടി ടെസ്റ്റ് അല്ല നമ്മൾ പഠിച്ചത്. നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് എന്തില്ല, നോർമാലിറ്റിയെ കുറിച്ച് സംശയമുണ്ട്. വി ആർ ഡൗട്ട് റിഗാർഡിംഗ് നോർമാലിറ്റി. വി ഹാവ് ഡൗട്ട് റിഗാർഡിംഗ് വേരിയൻസ്. വേരിയൻസിനെ കുറിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ ഫോർ ബൈനോമിയൽ ടെസ്റ്റ്. അവിടെ നമുക്ക് വൺ സാമ്പിൾ ടി ടെസ്റ്റ് പറ്റത്തില്ല. അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ ഏത് പെർഫോം ചെയ്യണം? ബൈനോമിയൽ ടെസ്റ്റ് പെർഫോം ചെയ്യണം. സോ നൗ യു പ്ലീസ് ലിസൺ ഹൗ ടു പെർഫോം ബൈനോമിയൽ ടെസ്റ്റ് ഇൻ ദിസ് ഡാറ്റ. ഈ ടെസ്റ്റ് ഈ ഡാറ്റ സെറ്റിൽ എങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? സോ റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ്. ഗോ ടു അനലൈസ്. അനലൈസ് എടുക്കുക. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എടുക്കുക. അനലൈസ് എടുത്തിട്ട് കുറെ മിഡിലായിട്ട് വരുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് there is a option called non parametric test. Non parametric test എടുത്തിട്ട് you must come to legacy dialogues.
നിങ്ങൾ പോകേണ്ടത് ആ പോപ്പ് വിൻഡോയിൽ വരുന്ന ലെഗസി ഡയലോഗ്സിൽ പോകുക. ആ ലെഗസി ഡയലോഗ്സിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ബൈനോമിയൽ എന്ന് പറഞ്ഞ് കിടക്കും. സോ നോക്കൂ, അനലൈസ് ആരോ, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആരോ, ലെഗസി ഡയലോഗ്സ് ആരോ, ബൈനോമിയൽ. ദിസ് ഈസ് ദ പാത്ത്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട പാത്ത്. സോ യു ക്ലിക്ക് ദ ബൈനോമിയൽ. നമ്മൾ അതിൽ ബൈനോമിയൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നൗ യു ഹാവ് എ ഡയലോഗ് ബോക്സ് കാൾഡ് ബൈനോമിയൽ ടെസ്റ്റ്. അപ്പൊ ബൈനോമിയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു വരും. അപ്പൊ അതിനകത്ത് സ്പീഡ് ഓഫ് ജാക്ക് റാബിറ്റ് കിടപ്പുണ്ട്. അത് ടെസ്റ്റ് വേരിയബിൾ ആക്കി മാറ്റുക. എന്നിട്ട് ഈ ഡിഫൈൻ ഡൈക്കോട്ടമിയിൽ അടുത്ത് ഈ കട്ട് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട്. നേരത്തെ കിടന്ന ഗെറ്റ് ഫ്രം ഡാറ്റ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന ആ കട്ട് പോയിന്റ് എടുക്കുക. ആ കട്ട് പോയിന്റിനകത്ത് 8.3 കൊടുക്കുക. അതായത് സദേൺ കാലിഫോർണിയയിലെ ജാക്ക് റാബിറ്റ്സിന്റെ ആവറേജ് സ്പീഡ് കട്ട് പോയിന്റ് 8.3. ഇതിനകത്തൊരു പ്രപ്പോർഷൻ ഉണ്ട്. അത് 0.5 തന്നെ എടുക്കുക. 50% ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രപ്പോർഷൻ 50%. ഇപ്പൊ രണ്ടും ഈക്വൽ ആണെങ്കിൽ 50-50 ആയിരിക്കും. ഇവിടത്തെ സ്പീഡ് 50-50 ആയിരിക്കും. 8.3ക്ക് മുകളിൽ 8.3ക്ക് താഴെയും ഈക്വൽ സ്പീഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഏകദേശം ഒരുപോലെയാണ് രണ്ട് റാബിറ്റ്സിന്റെ സ്പീഡ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പ്രപ്പോർഷൻ എപ്പോഴും 1/2 ഇടുക, അല്ലെങ്കിൽ 0.50 ഇടുക. അത് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഇത്രയും ചെയ്തിട്ട് യു ഗോ ടു ഓപ്ഷൻസ് എടുത്തിട്ട് ഡിസ്ക്രിപ്റ്റീവ്സ് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ്സ് ചെക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ യു ഹാവ് ദ ഡാറ്റ ലൈക്ക് ദിസ്. ഇതുപോലെ ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. NPAR ടെസ്റ്റ്, അതായത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീഡ് ഓഫ് ജാക്ക് റാബിറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ബൈനോമിയൽ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് 1-നകത്ത്, അതായത് 8.3 ആണല്ലോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് കമ്പയർ ചെയ്യുന്ന വാല്യൂ. 8.3ക്ക് താഴെ സ്പീഡുള്ള 9 റാബിറ്റ്സ് ഉണ്ട്. 8.3ക്ക് താഴെ അല്ലെങ്കിൽ 8.3ക്ക് 11 പേരുണ്ട്. 8.3ക്ക് മുകളിലുള്ള 11 പേർക്ക് 8.3ക്ക് മുകളിൽ സ്പീഡ് ഉണ്ട്. 9 പേർക്ക് 8.3ക്ക് താഴെയുണ്ട്. അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 55-45, അല്ലെങ്കിൽ 55%, 45 above 8.3, 45% are having less than 8.3 or 8.3. അതാണ് പ്രൊപ്പോർഷൻ. ആ പ്രൊപ്പോർഷൻ ആണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50% ആണോ, ഇത് രണ്ടും തുല്യമാണോ, 50 വീതമാണോ എന്നാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ടെസ്റ്റിംഗ് ദ പ്രൊപ്പോർഷൻ ദാറ്റ് ദ സ്പീഡ്സ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് 8.3. 8.3ക്ക് മുകളിലും താഴെയും വേണ്ടി ഈക്വൽ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, 50% വെച്ചിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ 0.824 ആ കിടക്കുന്നത്. 824 കിടക്കുന്നത് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഈക്വൽ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ടെസ്റ്റ് പ്രൊപ്പോർഷൻ കറക്റ്റ് 50%-ന് ഏകദേശം ആക്യുറേറ്റ് ആണ്. അതായത് 8.3ക്ക് മുകളിലും താഴെയുമുള്ള ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ സദേൺ കാലിഫോർണിയയിലെ ജാക്ക് റാബിറ്റ്സും നോർത്തേൺ കാലിഫോർണിയയിലെ ജാക്ക് റാബിറ്റ്സിന്റെയും സ്പീഡുകൾ തമ്മിൽ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഓൺസാമ്പിൾ ടെസ്റ്റിൽ കിട്ടിയത്. ക്ലിയർ അല്ലേ അത്? പക്ഷെ പെർഫോം ചെയ്ത രീതിയിൽ മാത്രം വ്യത്യാസം. ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? 8.3ക്ക് മുകളിൽ പ്ലസ് സൈൻ വരുന്ന 9 എണ്ണം ഉണ്ട്, അല്ലെ 8.3ക്ക് മുകളിൽ പ്ലസ് വരുന്ന 11 എണ്ണം ഉണ്ട്, മൈനസ് വരുന്ന 9 എണ്ണം ഉണ്ട്. അത് സൈനാണ് പറയുന്നത്. 9 എണ്ണം 8.3ക്ക് മുകളിലും 11 എണ്ണം 8.3ക്ക് താഴെയും അതിന്റെ പ്രൊപ്പോർഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ടെസ്റ്റ് ഈസ് കാൾഡ് ബൈനോമിയൽ ടെസ്റ്റ്. ഈ ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈനോമിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ പറയണോ ബൈനോമിയൽ ടെസ്റ്റ്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. സോ ദാറ്റ് ഈസ് ബൈനോമിയൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ അത് ചെയ്ത് പറയുക. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാം, എഴുതിക്കോളൂ. Okay. So the question is, in a four round golf player scores
golf play scores of 11 professionals are 202, 210, 200, 203, 193, 203, 204, 195, 199, 202, 201. 201. Sentence, use the sign test. Use the sign test at 5% level of significance. At 5% level of significance. To test the null hypothesis that. To test the null hypothesis that. To test the null hypothesis that professional golfers average is 204. 204. Professional golfers average is 204. Okay. സുഫിന എഴുതിയായിരുന്നോ? സുഫിന മൈക്ക് ഓൺ ചെയ്ത്. എഴുതി സാർ. എഴുതി. അപ്പൊ ഇതൊന്ന് പറഞ്ഞ് ഞാൻ SPSS ഓപ്പൺ ചെയ്ത് കാണിക്കാം. സുഫിന അത് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 11 ഗോൾഫ് പ്ലേയേഴ്സിന്റെ 4 റൗണ്ടിലെ സ്കോറുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ആവറേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. 204 പോപ്പുലേഷൻ മീഡിയൻ അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അതുമായിട്ട് ഈക്വൽ ആണോ, അവരുടെ പ്രൊഫഷണൽ ആവറേജുമായിട്ട് ഈക്വൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നൗ ഐ ആം ടേക്കിംഗ് ദ ഡാറ്റ സെറ്റ്. ഞാനൊരു പുതിയ ഡാറ്റ സെറ്റ് നൗ ഐ ആം ടേക്കിംഗ് SPSS എടുത്തു, ഒരു ഡാറ്റ സെറ്റ് എടുത്തു. സുഫിന പറയും. സുഫിന, ഹലോ. പറയൂ, എങ്ങനെ ചെയ്യാം? ആദ്യം വേരിയബിളില് സ്കോർസ് എന്ന് കൊടുത്തു. ലേബൽ സ്കോർസ് ഓഫ് ഗോൾഫ് players. Scores of golf players. Measure. Scale. Okay. Scale കൊടുത്തു. ഡാറ്റ വ്യൂല് വന്നു. ഇനി പറയൂ. സ്കോർസ് 202, 210, 200, 203, 193, 203, 204, 204, 195, 199, 202, 202, 201. 201. Okay, ചെയ്തു. Then ബൈനോമിയൽ ടെസ്റ്റ് ചെയ്യുന്നത്. ബൈനോമിയൽ ടെസ്റ്റ്, ടി ടെസ്റ്റ് നമുക്ക് അറിയാലോ. Okay. Analyze
നോൺ പാരാമെട്രിക് ടെസ്റ്റില് ലെഗസി ഡയലോഗ്സില് അതില് ബൈനോമിയൽ എടുത്തു. Then ഇനി ആ ടെസ്റ്റ് വേരിയബിള് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കട്ട് പോയിന്റ് 204 കൊടുത്തു. അത് കഴിഞ്ഞ് ഓപ്ഷൻസില് ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ചെയ്തു. കണ്ടിന്യൂ ഓക്കെ. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എന്താ റിസൾട്ട് പറയുന്നത്? പറയൂ, റിസൾട്ട് എന്ന് പറയൂ. ബൈനോമിയൽ ടെസ്റ്റിൽ റിസൾട്ടായി കിടക്കുക 204 താഴെ എത്ര പേരുണ്ട്? പറയൂ സുഹിന. 204 താഴെ അല്ലെങ്കിൽ 204 ഈക്വൽ ആയിട്ട് എത്ര പേരുണ്ട്? 10. 204 മേലിൽ എത്ര പേരേ ഉള്ളൂ? ഒരാള് എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ല അല്ലെ? ഒന്ന് 91%, ഒന്ന് 9%. അതാണ് പ്രൊപ്പോർഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ 204 താഴെ 91% ആൾക്കാർ കിടക്കുകയാണ്. 204 മുകളിൽ 9% ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അത് 50 ടെസ്റ്റ് പ്രൊപ്പോർഷൻ 0.50 ആണ്. എന്താ ഇതിൽ കിട്ടിക്കുന്ന വാല്യൂ? 0.012 അല്ലേ? എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ലെസ് ദാൻ 0.05. അപ്പൊ ഏത് അക്സെപ്റ്റ് ചെയ്യണം? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അതെ. എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസമുണ്ട്. ഇവര് ആവറേജിന് ഈക്വൽ ആയിട്ടില്ല. ഇവരെ ഈ സ്കോറുകൾ ആവറേജിന് എന്തല്ല, ഈക്വൽ അല്ല. ക്ലിയർ അല്ലേ? അത് ഇവര് പ്രൊഫഷണൽ ഗോൾഫേഴ്സിന്റെ ആവറേജിനൊപ്പം എത്തിയിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. 204 204 മുകളിലാകെ ഒരാളെ വന്നിട്ടുള്ളൂ. 204 താഴെയാണ് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സ്കോർ. അതുകൊണ്ട് തന്നെ their average is below 204 പ്രൊഫഷണൽ ആവറേജ്. പ്രൊഫഷണൽ ഗോൾഫേഴ്സ് ആവറേജിന് താഴെയാണ് കിടക്കുന്നത്. സോ ഇറ്റ്സ് വെരി ക്ലിയർ. സോ ദിസ് ടെസ്റ്റ് ഈസ് കാൾഡ് ബൈനോമിയൽ ടെസ്റ്റ്. ഈ ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ബൈനോമിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു. നാളെ നമുക്ക് രണ്ടാമത്തെ ബൈനോമിയൽ ടെസ്റ്റിലോട്ട് പോകാം. രണ്ടാമത്തെ ബൈനോമിയൽ ടെസ്റ്റ് നമ്മൾ പറയുന്നത് പെയർഡ് ഈ ടെസ്റ്റിന്റെ ആൾട്ടർനേറ്റീവ് ആണ്. ട്രൂ സാമ്പിൾ സൈൻ ടെസ്റ്റ് ആണ്. നമ്മൾ വിൽകോക്സൺ പെയർഡ് സൈൻ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നാളെ പറയാം. നാളെ വരുമ്പോഴും ഞാൻ എത്ര മണിക്കാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്? ഞാൻ 9 മണിയില്ലേ? 9 മണിക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 9 നാളെ 9 തൊട്ട് ഒരു 10 വരെ. 10 ഞാൻ എടുക്കില്ല. ഞാൻ 9 തൊട്ട് 9 വരെയൊക്കെ എടുത്തിട്ട്, കാരണം അത് ഇത്രയും സമയം നിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ആ രീതിയിലായിരിക്കും വെക്കുന്നത്. ഇനി തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം അതേ രീതിയിലായിരിക്കും. റെക്കോർഡ് നോക്കിയിട്ട് പോകണം.